ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഒരു അടിപൊളി മട്ടൻ കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു കടായി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ കറുകപ്പട്ടിയും ഏലക്കായും കറാമ്പൂവും വലിയ ജീരകവും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. അത് വഴറ്റി വന്നപ്പോൾ പച്ചമുളകും തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും ഒരു 1.25 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്കൊന്ന് ചൂടാറാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാനിവിടെ ഒരു തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, അതിൻ്റെ പാലെടുക്കാൻ വേണ്ടി. ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ മട്ടനൊക്കെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇതിലേക്കൊരു 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. മട്ടൻ്റെ വേവിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് അടിപൊളിയായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ തേങ്ങ ചിരവിയിൽ നിന്ന് തേങ്ങാപ്പാൽ അതിലൊരു 5-6 കശുവണ്ടിയും ചേർത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചെറിയ തീയിലൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ അടിപൊളിയായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ഇട്ടിട്ട് ചൂടോട് കൂടി അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനതിലേക്ക് ഒരു നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാനൊരു ചെമ്പട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ഉള്ളി മൂപ്പിച്ച അതേ എണ്ണയിൽ തന്നെ കറാമ്പൂവും ഏലക്കായും പട്ടയും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ എടുക്കുന്ന അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരു പാത്രം അരിയാണെങ്കിൽ അതിന് 1.5 പാത്രം വെള്ളം ആ രൂപത്തിലാണ് ഇട്ട് കൊടുക്കുക. കറുകപ്പട്ടയൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി അതിലേക്ക് വെള്ളം എടുത്ത് വെച്ചിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരി ഒന്ന് കഴുകിയെടുത്ത് വരാം. ഞാനിപ്പോൾ അരിയൊക്കെ കഴുകിയെടുത്ത് വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെക്കണം, എന്നാലേ ചോറ് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഇവിടെ അടിപൊളിയായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നെയ്യൊന്നും ഞാനിതിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് റെഡിയായി. ഈ ഒരു മട്ടൻ കുറുമയും നെയ്ച്ചോറും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.